ആപ്പിളിൽ നിന്ന് പണ്ട് ലോഞ്ച് ആയ ഐഫോൺസിൽ അധികം ഹൈപ്പ് ഇല്ലാതെ ലോഞ്ച് ആയ ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 8 പ്ലസ് ആണ്, അല്ലെങ്കിൽ ഐഫോൺ 8 സീരീസ് എന്ന് പറയാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഐഫോൺ 10 ഇറങ്ങിയത്. ഐഫോൺ 10 അത്രയും കാലം ഇറങ്ങിയ ഐഫോൺസിൽ നിന്ന് വ്യത്യാസമായ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഐഫോൺ 8 പ്ലസിന്റെ പഴയ ഡിസൈൻ എന്ന് പറയുന്നത് വലിയൊരു അട്രാക്ഷൻ അല്ലായിരുന്നു. അത് മാത്രമല്ല, ഈ ഐഫോൺ 8 പ്ലസിന് അത്യാവശ്യം നല്ല പ്രൈസിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഐഫോൺ 8 പ്ലസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് ഇട്ട് ഒരു ഐഫോൺ 10 എടുക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2020 ആയപ്പം, അതായത് ഏതാണ്ട് ഒരു 3 വർഷത്തോളമായി ഈ ഐഫോൺ 8 പ്ലസ് ലോഞ്ച് ആയതിനു ശേഷം, എന്നിട്ട് നമ്മൾ ആപ്പിൾ ഇന്ത്യ സൈറ്റിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇപ്പോഴും ഐഫോൺ 8 പ്ലസ് കാണിക്കുന്നുണ്ട്. അതും അതിൻ്റെ പ്രൈസിങ്ങോടുണ്ട്. പക്ഷേ ഒരു ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ആ ഒറ്റ വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 58,600 ഇന്ത്യൻ റുപ്പീസാണ്. അത് നമുക്ക് കിട്ടുന്ന 128 GB സ്റ്റോറേജ് ആണ്. പക്ഷേ ആ പ്രൈസിങ് കൊടുത്ത് ഇപ്പോഴും ഐഫോൺ 8 പ്ലസ് വേർത്തല്ല. കാരണം ആ പ്രൈസ് റേഞ്ച് നമുക്ക് ഐഫോൺ 10R കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രൈസ് ഇടുവാണെങ്കിൽ ഐഫോൺ 11 കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഈ പ്രൈസ് റേഞ്ച് വെച്ച് ഐഫോൺ 8 പ്ലസ് നോക്കരുത്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിലിന് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 8 പ്ലസ് നല്ലൊരു പ്രൈസ് ഡീലിൽ കിട്ടുവാണെങ്കിൽ, അങ്ങനെ നോക്കാൻ നേരത്ത് ഇപ്പോഴും ഒരു ഐഫോൺ 8 പ്ലസ് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളതിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ആദ്യമേ ഈ ഐഫോൺ 8 പ്ലസിന്റെ ഡിസൈൻ നോക്കാൻ നേരത്ത്, ഐഫോൺ 8 പ്ലസിന്റെ ഡിസൈൻ ഐഫോൺ 7 പ്ലസിന്റെ അതേ ഡിസൈൻ പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് അലുമിനിയം കേസിങ്ങിന് പകരം ഒരു അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. ഈ ബാക്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഒരു പേടിയുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മളൊരു കേസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഐഫോൺ 8 പ്ലസ് എന്തായാലും കേസ് ഇട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫോൺ തന്നെയാണ്. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇരിക്കുന്ന ഈ റിവ്യൂ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 2 വർഷത്തോളം പഴക്കമുള്ളതാണ്. 2 വർഷം ഉപയോഗിച്ച ഫോണായിട്ട് പോലും നമ്മൾ നോക്കാൻ നേരത്ത് ഇതിന്റെ സൈഡ് റെയിലിനകത്ത് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്ക് ഗ്ലാസ് ക്ലീൻ ആണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ബാക്ക് ക്യാമറ നോക്കാൻ നേരത്ത് 2 ക്യാമറയാണ് വരുന്നത്. അതും ആ ക്യാമറ യൂണിറ്റ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. എന്നിട്ട് പോലും ആ ക്യാമറ ലെൻസിൽ സ്ക്രാച്ച് വീഴുകയോ അല്ലെങ്കിൽ അതിന്റെ സൈഡ് ഫ്രെയിമിനകത്തൊന്നും വലിയ സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കാൻ നേരത്ത് നമുക്ക് ബാക്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയിൽ അധികം കംപ്ലൈൻറ്റ് പറയാനില്ല. ഫ്രണ്ടിൽ ഞാൻ അതും പറയാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ഇവിടെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഗ്ലാസിനെ പറ്റി അധികം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഹോം ബട്ടൺ നോക്കാൻ നേരത്ത് ഇത് ഒരു ഫിസിക്കൽ ബട്ടൺ അല്ല, ഇതും ഒരു ഗ്ലാസ് പോർഷനാണ്. ഈ ഗ്ലാസ് പോർഷനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും നല്ല വൈബ്രേഷൻ സിസ്റ്റമായ ടാപ്റ്റിക് എഞ്ചിനും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളിത് പ്രസ് ചെയ്യാൻ നേരത്തെ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഈ ഹോം ബട്ടണിനകത്ത് ടച്ച് ID 2 വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അൺലോക്കിങ്ങിനകത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഹോം ബട്ടൺ കണ്ടുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി കാണും, ഇവിടുത്തെ ബെസൽസ് ഭയങ്കര വലുതാണ്. അപ്പോൾ അതായിരുന്നു അന്ന് ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസൈൻ ഒരുപാട് പഴയൊരു ഡിസൈൻ ആയിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ക്രീൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ബെസൽസ് നല്ല വലുതാണ്. പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേ അത്യാവശ്യം വലിയ സൈസാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഈ ഫോണിന്റെ സൈസും ഒരുപാട് വലുത് തന്നെയാണ്. അത് മാത്രമല്ല, ഇതിന് നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോണും കൂടിയാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 202 grams ആണ്. അപ്പോൾ സാധാരണ ഉള്ള ഐഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വെയിറ്റ് കൂടിയ ഒരു ഐഫോൺ കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഞാൻ മുമ്പേ പറഞ്ഞത് കംപ്ലൈൻസ് ഒട്ടും പറയാനില്ല. കാരണം ഈ ഗ്ലാസ് പോർഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, പെർഫെക്റ്റ് ആയിട്ടാണ് ജോയിന്റ് ആയിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള എല്ലാ ബട്ടൺസും നമ്മൾ ആദ്യം ഫോൺ എടുത്തപ്പോൾ എങ്ങനെയാണോ അതേ ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനും ഒരു കംപ്ലൈൻസ് വന്നിട്ടില്ല. പിന്നെ പോർട്ട് നോക്കാൻ നേരത്ത് ഒരൊറ്റ പോർട്ടേ ഉള്ളൂ, അത് ലൈറ്റ്നിങ് പോർട്ടാണ്. അപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. ഈ ലൈറ്റ്നിങ് പോർട്ടും 2 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷവും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഇവിടെ സ്പീക്കേഴ്സിന്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് താഴെ 2 ഗ്രില്ല് കാണുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ സ്പീക്കർ എന്ന് പറയുന്നത്. പിന്നെ വേറെ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ പീസ് ആണ്. അപ്പോൾ ഇയർ പീസും കൂടെ സ്പീക്കറാണ്. അതും ഈ ഇയർ പീസിന് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കോൾ എക്സ്പീരിയൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് മൈക്രോഫോണും കറക്റ്റായിട്ട് തന്നെ നമ്മളെ സൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയും നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഡിസൈൻ പഴയൊരു ഡിസൈൻ ആണെങ്കിലും എനിക്ക് കംപ്ലൈൻറ്റ്സ് അധികം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പഴയ ഡിസൈനകത്ത് പ്രശ്നമില്ലെങ്കിൽ ഐഫോൺ 8 പ്ലസിൻ്റെ ഡിസൈൻ ഇപ്പോഴും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കേസ് ഇട്ടേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ സ്ക്രീൻ കാർഡും എന്തായാലും ഉപയോഗിച്ചിരിക്കണം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, വലിയ ഡിസ്പ്ലേ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. ആപ്പിളിൻ്റെ ഡിസ്പ്ലേ ആണ് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഇതൊരു AMOLED ഡിസ്പ്ലേ അല്ല, അതിന് പകരം ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവിടുത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1920x1080 ആണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റി 401 ppi കിട്ടുന്നുണ്ട്. പക്ഷേ കോൺട്രാസ്റ്റ് റേഷ്യോ നമ്മളിപ്പോൾ 10R വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് കുറച്ചുകൂടെ കുറവാണ്. എന്നാൽ ഇവിടെ ട്രൂ ടോൺ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 3D ടച്ച് സപ്പോർട്ടും ഉണ്ട്. 3D ടച്ച് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് ഡിസ്പ്ലേ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇല്ലാതായപ്പോഴാണ് അത് എത്രത്തോളം നല്ലൊരു ഫീച്ചറാണെന്ന് മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് കിട്ടുന്ന ഒരു ഫീച്ചറായിരുന്നു 3D ടച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്ത് നല്ല വെയിലുള്ള ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ വായിക്കുന്നതിനകത്തൊന്നും പ്രശ്നങ്ങൾ വരത്തില്ല. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഇപ്പോൾ ഇത്രയും നോക്കിയതിന് ശേഷം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു LCD പാനലിന് ഇത് പെർഫെക്റ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് 60 Hz ടച്ച് റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല കളർ അക്യുറസി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല വ്യൂയിങ് ആംഗിൾസും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് ഡിസ്പ്ലേ പെർഫെക്റ്റ് ആണ്, ഡിസ്പ്ലേ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ നേരത്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ നല്ല സ്പീക്കേഴ്സാണ്, ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാരണം വെച്ചാൽ താഴെയും ഇയർ പീസും സ്പീക്കറാണ് തന്നെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ആണ് കിട്ടുന്നത്. അതും അതിൻ്റെ ഔട്ട്പുട്ടും പെർഫെക്റ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ ലൗഡ് ആവും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്പീക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഫോണിൽ നിന്ന് നല്ലതാണ് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ ഈ 50,000 പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴല്ല, അതിന് താഴെ വെച്ച് നോക്കണം. കാരണം 50,000 പ്രൈസ് റേഞ്ചിന് ഇപ്പോൾ OnePlus
8 Pro കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയുടെയും ഓഡിയോയുടെയും കൂടെ ഒന്നും ഒരിക്കലും ഇത് നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ പറയുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡീൽ കിട്ടുവാണെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ ഒഫീഷ്യൽ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിലും ബെറ്റർ ആയ ഓപ്ഷൻസ് ആൻഡ്രോയിഡിൽ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ പെർഫോമൻസിലേക്ക് വരാൻ നേരത്ത് ഈ ഒഫീഷ്യൽ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ പോലും ഇപ്പോഴും പെർഫെക്റ്റ് ആയ ഒരു ഫോണാണ് iPhone 8 Plus എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ്. പിന്നെ ഇവിടെ വരുന്ന RAM 3GB ആണ്. പിന്നെ ഫോൺ ലോഞ്ച് ആയ സമയത്ത് വന്നിരുന്ന ബേസ് സ്റ്റോറേജ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 64GB ആണ്. ഇവിടുത്തെ പ്രൊസറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ആപ്പിൾ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞിട്ട് പോലും പെർഫോമൻസിനകത്ത് ഒരു തരത്തിലുള്ള ലാഗും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ കൂടെ ബ്രൗസ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താലോ ഇപ്പോൾ ഗെയിമിംഗ് കളിക്കുവാണെങ്കിൽ പോലും ഗെയിം ലോഡ് ആവുന്ന ടൈം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗ്രാഫിക്സിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗെയിമിംഗ് ചെയ്യാൻ നേരത്ത് തന്നെ നമ്മളൊരു 10-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കളിച്ചാൽ പോലും ഫോൺ അധികം ഒന്നും ചൂടാവുന്നില്ല. അപ്പോൾ പെർഫോമൻസിനകത്ത് ഈ iPhone 8 Plus ഇപ്പോഴും മികച്ചു നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ iPhone XR ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് iPhone XR ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഇവിടെ iPhone 8 Plus എന്ന് പറയുന്നത് ഒട്ടും പറവിലല്ല, നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞിട്ട് പോലും നമുക്ക് കിട്ടുന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. അപ്പോൾ പെർഫോമൻസിനകത്ത് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത കാര്യം ക്യാമറ എന്ന് പറയുന്നത്. ഇവിടെ ബാക്കി 2 ക്യാമറ ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അത് രണ്ടും 12 MP ക്യാമറയാണ്. അതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. പിന്നെ ഉള്ളത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.8 ആണ്. ഇതിനകത്ത് ഈ മെയിൻ ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് കൂടാതെ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന മാക്സ് വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4K 60 FPS ആണ്. ഇവിടെ നമ്മൾ ഈ iPhone 8 Plus വെച്ചെടുക്കുന്ന ഫോട്ടോസ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ മിക്ക ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയ ഫോട്ടോസാണ് കിട്ടുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, ഷാർപ്നെസ് ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, കളേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. അത് മാത്രമല്ല ഇപ്പോൾ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡൾ ലൈറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞാൽ ഫോട്ടോയുടെ ക്വാളിറ്റി കുറയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നൈറ്റ് മോഡ് സപ്പോർട്ട് ഇല്ല. പക്ഷേ എന്നാലും ഈ ടെലിഫോട്ടോ ക്യാമറ എടുക്കുകയാണെങ്കിൽ പോലും നല്ല പോർട്രേറ്റ് ഷോട്ട്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൂം ചെയ്തെടുക്കുന്ന ഷോട്ട്സിനകത്തും ക്വാളിറ്റി അധികം കുഴപ്പമില്ലാതെയാണ്. പിന്നെ അതിനൊക്കെ പുറമെ ഇതിൻ്റെ വീഡിയോയുടെ കാര്യം പറയാൻ നേരത്ത് പെർഫെക്റ്റ് ഒരു വീഡിയോ ക്യാമറയാണ് ഇപ്പോഴും ഈ iPhone 8 Plus എന്ന് പറയുന്നത്. ഞാൻ പണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ ചെയ്ത 2 വ്ളോഗ്സിനകത്ത് ഒരു വ്ളോഗ് മൊത്തം iPhone 8 Plus വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് മെജോറിറ്റി ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ iPhone 8 Plusന്റെ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം iPhone 8 Plusന്റെ ബാക്ക് ക്യാമറ വെച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയാണ് ഞാൻ എടുത്ത് പറയുന്നത്. ബാക്ക് ക്യാമറയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4K 60 ഓപ്ഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ iPhone 8 Plus ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാം. ഫ്രണ്ട് ക്യാമറ നോക്കാൻ നേരത്തെ ഇവിടെ കിട്ടുന്ന ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 7 MP ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. ഈ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. എന്നാൽ പോലും ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. ഫ്രെയിം ഇച്ചിരി കൊച്ചാണ്, എന്നാൽ പോലും ഇമേജിനകത്ത് ക്വാളിറ്റിക്കകത്ത് ഒരു പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 1080p 30 FPS ഉള്ളെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ് ഞാൻ 2 വ്ളോഗ് മൊത്തം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് മെജോറിറ്റി ഷൂട്ട് ചെയ്തത്. എന്നിട്ടും എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു, കംപ്ലയിൻസ് ഒന്നും പറയാനുമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ iPhone 8 Plusന്റെ ക്യാമറ ഇപ്പം നോക്കിയാലും അതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് റേറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. മിക്ക ഫോൺസിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പോഴും iPhone 8 Plus വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 2691 mAh ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. അപ്പോൾ ഈ കാരണത്താൽ തന്നെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് അത്യാവശ്യം കുറഞ്ഞിട്ടും, അതായത് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോൺ 2 വർഷം പഴയതായതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കൊരു 5 തൊട്ട് ഒരു 5.5 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഈ ഒരു 5.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉപയോഗത്തിന് എനിക്ക് ഒരു ദിവസവും കുഴപ്പമില്ല തള്ളിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഹെൽത്ത് 100% ആയിരുന്നെങ്കിൽ ഇതിലും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ ഒരു ഹെവി യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം കിട്ടും. അതുപോലെ ആവറേജ് യൂസർ ആണെങ്കിൽ നമുക്ക് 2 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടണം. പിന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 1 ആംപ് ചാർജറാണ്. ബേസിക് ചാർജറാണ്. അത് വെച്ചാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ 0% നിന്ന് 100% ആക്കാൻ ഒരു 3 മണിക്കൂറിന് മുകളിൽ സമയം എടുക്കും. പിന്നെ ഈ ഫോണത് എടുത്ത് പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. പിന്നെ ഇതിനകത്ത് NFC ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ പേ വർക്ക് ആവും. അത് കൂടാതെ വീഡിയോയ്ക്കകത്ത് നമുക്ക് HDR10 ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഇപ്പോഴുള്ള സോഫ്റ്റ്വെയർ വേർഷൻ iOS 13.5.1 ആണ്. പക്ഷേ ഇതിനകത്ത് iOS 14 സപ്പോർട്ട് കിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ iOS 15 അല്ലെങ്കിൽ iOS 16 വരെയുള്ള സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 3 വർഷത്തേക്ക് ഇനിയും സോഫ്റ്റ്വെയറിനകത്ത് അധികം പ്രശ്നങ്ങൾ വരത്തില്ല. മിനിമം ഒരു 2 വർഷം എന്തായാലും സപ്പോർട്ട് കാണും. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് സിമ്മിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഒരൊറ്റ സിമ്മേ ഇടാൻ പറ്റൂ. നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ട് ഇല്ല. ഇപ്പോൾ ഇവിടെ ഇടുന്ന ഒരു സിം എന്ന് പറഞ്ഞാൽ അത് നാനോ സിം ആയിരിക്കണം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് IP റേറ്റിംഗ് ഉണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. IP67 റേറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 8 Plusന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ആയപ്പോഴും ഈ iPhone 8 Plus വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ് നിങ്ങൾ മറക്കുക, അതിനൊരിക്കലും നിങ്ങൾ എടുക്കരുത്. പക്ഷേ നിങ്ങൾക്ക് നല്ല ഡീൽ കിട്ടുവാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
പെർഫെക്റ്റ് ആയിട്ട് ഡീലിൽ കിട്ടുവാണെങ്കിൽ, അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു 35,000 ഒരു ബോക്സ് പൊട്ടിക്കാത്ത ഒരു പുതിയ സെറ്റ് കിട്ടുവാണെങ്കിൽ ആ പ്രൈസിന് ഈ ഐഫോൺ 8 പ്ലസ് ഇപ്പോഴും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ആ പ്രൈസ് വരാൻ നേരത്തെ അതിൻ്റെ ഡയറക്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ OnePlus 70 ആണ്. OnePlus 70ക്ക് ഈ ഫോണിനെക്കാട്ടി ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മൊത്തത്തിലൊരു യൂസർ എക്സ്പീരിയൻസ് എടുക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 8 പ്ലസ് ആണ്. ഇപ്പോൾ ക്യാമറ നോക്കുവാണെങ്കിലോ അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുവാണെങ്കിലോ ഡിസ്പ്ലേ തന്നെ കമ്പാരിസൺ വെച്ച് നോക്കുവാണെങ്കിൽ, പിന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇനിയും 2 തൊട്ട് 3 വർഷം വരെ കിട്ടും. അതിൻ്റെ പുറമെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പെർഫെക്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഐഫോൺ 8 പ്ലസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ഐഫോൺ 8 പ്ലസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. ഇപ്പോഴും ബെസ്റ്റ് ഓപ്ഷനാണ്, നിങ്ങൾ അത് ഉപയോഗിക്കുക. ഇനിയും ഒരു 2 തൊട്ട് 3 വർഷം വരെ ഈ ഫോൺ നിങ്ങൾക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നെ തരികയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.